Hi friends, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്പേഴ്സ് അഥവാ കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പഠിച്ച് വന്നതിൽ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എത്ര തരത്തിലുള്ള നമ്പേഴ്സ് ആക്ച്വലി ഉണ്ട്. ഇൻറ്റീജർ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ നമുക്കൊരു ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ഒരു രീതി കൂടിയുണ്ട്. അപ്പോൾ ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ എ അസൈൻ 5 എന്ന് പറയുവാണെങ്കിൽ അതൊരു ഇൻറ്റീജറാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ആക്ച്വലി ഒന്നും സംഭവിക്കില്ല. എ അസൈൻ 5 എ അസൈൻ ചെയ്ത് വെക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഒരു എയുടെ ടൈപ്പ് എടുത്ത് നോക്കാം. ടൈപ്പ് ഓഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആക്ച്വലി ടൈപ്പ് ഓഫ് ആ ഒരു എ എന്ന് പറഞ്ഞ വേരിയബിൾ വിളിക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ആ ഒരു എയുടെ എന്ത് തരും, ഏത് ടൈപ്പിലാണെന്ന് നമുക്ക് തരും. ഐ തിങ്ക് ടൈപ്പ് എന്ന് ആണെന്ന് തോന്നുന്നു ഫംഗ്ഷൻ്റെ പേര്. എക്സാക്ട്ലി ടൈപ്പ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. കണ്ടോ, ക്ലാസ് ഇൻറ്റീജർ, അതായത് എ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ നമ്പറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ബി ഈക്വൽ ടു 6.0 എന്നിട്ട് നമുക്ക് പ്രിൻ്റ് ഓഫ് ടൈപ്പ് ഓഫ് ബി കൊടുക്കുമെന്ന് നിൽക്കുക. കണ്ടോ, ക്ലാസ് ഓഫ് ഫ്ലോട്ട്. അതുപോലെ തന്നെ സി നമുക്കൊരു കാര്യം ചെയ്യാം. സി ഈക്വൽ ടു 5 + 3j എന്നിട്ട് നമുക്ക് ആ സീൻ്റെ ടൈപ്പ് എടുത്ത് നോക്കാം. കണ്ടോ, കോംപ്ലക്സ്. അപ്പോൾ പൈത്തണിൽ നമ്പേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ആക്ച്വലി നമുക്ക് ഇൻറ്റീജർ ടൈപ്പിലുള്ള നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോട്ട് ടൈപ്പിലുള്ള നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ കോംപ്ലക്സ് ടൈപ്പിലുള്ള നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് ആക്ച്വലി ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡ്. ആക്ച്വലി ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ടൈപ്പിലുള്ളൊരു ഡേറ്റയുണ്ട്, അതായത് ഒരു വാല്യൂ ഉണ്ട്, അത് നമ്മളൊരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് വിചാരിക്കും. അപ്പോൾ ആ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ ആ ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 5 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിളാണെന്ന് വിചാരിക്കുക. അപ്പോൾ 5നെ നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ഫ്ലോട്ടിലേക്ക് സ്റ്റോർ ചെയ്യണം. ആ ഒരു കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കാസ്റ്റിംഗ് ഉപയോഗിക്കുക. അപ്പോൾ അതിനെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ എ ഈക്വൽ ടു 5 ആൻഡ് ഞാൻ പ്രിൻ്റ് ചെയ്യുവാണ് ടൈപ്പ് എ. ഓക്കെ, ഇത് ഇൻറ്റീജറാണ്. ആൻഡ് നമുക്കൊരു കാര്യം ചെയ്യാം, പ്രിൻ്റ് എ 5 ആണ് പ്രിൻ്റ് ചെയ്തത്. ഇനി ഞാനിതിൻ്റെ ഫ്രണ്ടിൽ ഫ്ലോട്ട് എന്ന് പറയുന്നൊരു കീവേഡ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഫംഗ്ഷൻ്റെ അകത്ത് 5നെ കടത്തി വിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എ എന്നുള്ളത് ഇൻറ്റീജർ മാറി 0.0 ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് ആക്ച്വലി കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഫ്ലോട്ടിന് പകരം ഞാൻ str കൊടുക്കും, സ്ട്രിങ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. കണ്ടോ, ഇവിടെ 5 എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. അതൊരു സ്ട്രിങ് ആയിട്ടാണ് ആക്ച്വലി സേവ് ചെയ്തേക്കുന്നത്. അതിനായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ടൈപ്പ് ഓഫ് ഇട്ട് നോക്കാം. കണ്ടോ, സ്ട്രിങ് ആണ് ക്ലാസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി കാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു ടെക്നിക്ക്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഞാൻ ഇൻറ്റീജറിൽ നിന്ന് ഫ്ലോട്ടിലോട്ടാണ് മാറ്റിയത്. അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് 0.0 ആക്കാം. എന്നിട്ട് ഞാനതിനെ ഇൻറ്റീജറിലോട്ട് മാറ്റി കാണിക്കാം. ഇൻറ്റീജർ 0.0 അല്ലേ, ലുക്ക്, അത് 5 ആയിട്ട് മാറി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സ്ട്രിങ് ആക്കാൻ പറ്റും.
അപ്പോൾ അതിനായിട്ട് നമുക്ക് ടൈപ്പ് ഇട്ട് നോക്കാം, അല്ലെങ്കിൽ രണ്ടും പോയിൻ്റ് വരാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. കേട്ടോ, സ്ട്രിങ് ആയിട്ട് മാറി. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ സ്ട്രിങ്ങിനെയാണ് കൊടുക്കണതെന്ന് വെക്കുക. എന്നിട്ട് ഞാനിവിടെ ഇൻറ്റ് കൊടുത്ത് എന്നിട്ട് ഞാനിവിടെ പ്രിൻ്റ് എ കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി അത് 5 തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, അതായത് ഇൻറ്റീജർ ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ലുക്ക് നമുക്കിപ്പോൾ കണ്ടോ 5 എന്നാണ് പറയുന്ന ഇൻറ്റീജറിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് ഇൻറ്റിലേക്ക് മാറ്റിയിട്ടാണ് എയിൽ സ്റ്റോർ ചെയ്തേക്കുക. അതാണ് ടൈപ്പ് ഓഫ് എ എടുത്തപ്പോൾ ഇൻറ്റ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്ലോട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് എ മാത്രം പ്രിൻ്റ് ചെയ്ത് നോക്കാം എന്തായിരിക്കും വരുന്നതെന്ന്. ലുക്ക് അത് 5.0 ആക്കി മാറും. അപ്പോൾ ഇതിനാണ് ആക്ച്വലി കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ടൈപ്പിലുള്ള ഡേറ്റയിനെ നമ്മൾ അതിൻ്റെ ടൈപ്പ് മാറ്റിയിട്ടൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ടെക്നിക്കാണ് കാസ്റ്റിംഗ്. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആക്ച്വലി നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, പിന്നെ കാസ്റ്റിംഗ് കുറച്ച് ടെക്നിക്സ് പറഞ്ഞു.